ഇങ്ങനെ ഒരു ട്രോൾ അപ്പൊ കണ്ടപ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. നല്ല രസമുണ്ടല്ലോ. ഇന്നലെ കണ്ടില്ലല്ലോ എന്ന് ചോദിക്കാറുണ്ട്. സിംഗിൾ ആണോ കമ്മിറ്റഡ് ആണോ ഡ്രസ്സിങ്ങിനെ കുറിച്ചിട്ടൊക്കെ ഇങ്ങനെ പറയാറുണ്ട്. റിപ്ലൈ ഒന്നും കൊടുക്കാറില്ല. അവരാരും ശല്യപ്പെടുത്താറില്ല. മാന്യതയുള്ള ആളുകളാ. ചേച്ചി റൊമാൻറ്റിക് പേഴ്സൺ അങ്ങനെ അങ്ങനെ റൊമാൻറ്റിക്. അപ്പൊ ആരെങ്കിലും ഒക്കെ നമ്മളെ സ്നേഹിക്കുന്നത് നല്ല കാര്യമല്ലേ? നല്ല കാര്യമല്ലേ? ഓ എന്തൊരു ഭംഗിയാ കാണാൻ. ഇത് ന്യൂസ് കാണാൻ വേണ്ടിട്ടല്ല, ന്യൂസ് റീഡറെ കാണാൻ വേണ്ടിട്ടാണ് നമ്മൾ ന്യൂസ് കാണുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ വൈറലായതിനു ശേഷമാണ് ഞാനത് കണ്ടത്. പെട്ടെന്ന് ഈ ഒരു വാർത്ത വന്നതും അത് പ്രോംപ്റ്റിൽ പ്രത്യക്ഷപ്പെട്ടു. അതൊക്കെ ആക്സിഡന്റ് ആയിട്ടായിരുന്നു. ഞാൻ ആ രീതിയിൽ അതിന് ബാക്കി ഡീറ്റെയിൽസ് ഇപ്പം വരും എന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുവാണ്. അപ്പൊ ഞാൻ നോക്കുമ്പോഴത്തേക്കും ദേശീയ മാധ്യമ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. ഓക്കെ, താഴെ ഇങ്ങനെ വരുമ്പോഴാണ് സേതുലക്ഷ്മി കിടക്കുന്നത്. അത് സ്വാഭാവികമായിട്ടും ഉണ്ടാവുമല്ലോ. ചെറിയൊരു കോഴിശല്യം. ഇൻസ്റ്റാഗ്രാമിൽ ആക്റ്റീവ് അല്ല, അത്ര ആക്റ്റീവ് ഒന്നുമല്ല. വേണ്ട, സേതുലക്ഷ്മി നോക്കിയാൽ കിട്ടും. സന്തോഷായാലും ഐഡി ഞാൻ വാങ്ങിച്ചു തന്നിട്ടുണ്ട്. സാറേ പ്രധാന വാർത്ത എഴുതിയിട്ടില്ല. അങ്ങനെയൊക്കെ ഓണർ അബദ്ധമൊക്കെ പറ്റിയിട്ടുണ്ട്. ഹാഷ്മി എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. പുള്ളിയുടെ ചർച്ചകളൊക്കെ നല്ലതല്ലേ, കാണാറില്ലേ? അപ്പം ആസ് എ പൊളിറ്റീഷ്യൻ നോ കമന്റ്സ്. വാക്കിംഗ് എൻസൈക്ലോപ്പീഡിയ ആണ് വി.ഡി. സതീശൻ. എനിക്ക് വരുൺ ധവാന്റെ അടുത്ത് ഭയങ്കര ക്രഷാണ്. ഇപ്പോഴും ക്രഷാ. വിളിച്ചിട്ടൊക്കെ ഉണ്ട്, വിളിച്ചിട്ടുണ്ട്, പക്ഷെ പോയിട്ടില്ല. എന്ത് പറഞ്ഞു ഒഴിയാറുണ്ട്. എനിക്ക് മനസ്സിലാവുമല്ലോ റൂട്ട് എങ്ങോട്ടാന്നുള്ള. സ്ഥലത്തില്ല, ഞാൻ വിളിക്കാം. ഞാനിതാ പറയാ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575. ഹലോ എവരിവൺ, വെൽക്കം ടു ജാങ്കോ സ്പേസ്. ഇന്ന് ജാങ്കോ സ്പേസിൽ എൻ്റെ കൂടെ ഞാൻ ഇൻ്റർവ്യൂ ചെയ്യാൻ പോകുന്നത് മറ്റൊരു അവതാരികേനെയാണ്. അപ്പോൾ ബേസിക്കലി ഒരു ആങ്കർ മറ്റൊരു ആങ്കർ ഇൻ്റർവ്യൂ ചെയ്യാൻ പോകുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. പക്ഷേ ഷീ ഈസ് എ ന്യൂസ് റിപ്പോർട്ടർ. ആളെ കുറച്ചും കൂടെ എളുപ്പത്തിൽ ഞാൻ വേണമെങ്കിൽ പറഞ്ഞു തന്നാൽ ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും സുന്ദരിയായ ന്യൂസ് റിപ്പോർട്ടർ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഷോയിലേക്ക് ലെറ്റ് മീ വെൽക്കം സേതുലക്ഷ്മി. ഹായ് ചേച്ചി, വെൽക്കം ടു ദ ഷോ. എന്റെ വിശേഷം എങ്ങനെ ഉണ്ടായിരുന്നു? കുറച്ച് ഓവറായില്ലേ? ഓവറല്ല, ചേച്ചി തന്നെ ചേച്ചിക്ക് അവാർഡ് കിട്ടിയ വീഡിയോ അല്ലേ, അതിന്റെ കമന്റ് സെക്ഷൻ എടുത്ത് നോക്കിയപ്പോഴത്തേക്കും ഓ എന്തൊരു ഭംഗിയാ കാണാൻ. ഇത് ന്യൂസ് കാണാൻ വേണ്ടിട്ടല്ല, ന്യൂസ് റീഡറെ കാണാൻ വേണ്ടിട്ടാണ് നമ്മൾ ന്യൂസ് കാണുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കമന്റ് കണ്ടിരുന്നു. ചേച്ചി കണ്ടിരുന്നു അതൊക്കെ? വീഡിയോ വൈറലായതിനു ശേഷമാണ് ഞാനത് കണ്ടത്. നമ്മുടെ അവാർഡ് അനൗൺസ് ചെയ്ത കാര്യം അത് നിങ്ങൾ അറിഞ്ഞായിരുന്നു. അവർ നേരത്തെ വിളിച്ചു പറഞ്ഞു, അതറിഞ്ഞു. പക്ഷേ ഈ പെട്ടെന്ന് ഈ ഒരു വാർത്ത വന്നതും അത് പ്രോംപ്റ്റിൽ പ്രത്യക്ഷപ്പെട്ടു. അതൊക്കെ ഭയങ്കര എന്താ ആക്സിഡന്റ് ആയിട്ടായിരുന്നു. ആ സമയത്ത് എൻ്റെ ഫ്രണ്ടാണ് അശ്വജിത്ത് ആയിരുന്നു അന്ന് ഡെസ്ക് ചീഫ് ആയിട്ടിരുന്നത്. അപ്പൊ അശ്വജിത്ത് എനിക്ക് സർപ്രൈസ് ആരായിട്ട്? അശ്വജിത്ത് അല്ല, ആരായിട്ടായിരുന്നു? ഡെസ്ക് ചീഫ്. നമുക്കതൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് ഒന്ന് പറഞ്ഞു തരാം. എന്താണ് നിങ്ങൾ ന്യൂസ് വായിക്കുന്നവരുടെ ഭാഷ പറഞ്ഞാൽ ഞങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലായി. ഡെസ്ക് ചീഫ് എന്ന് വെച്ചാൽ പുള്ളിയാണ് ആ വാർത്ത ഫുൾ കൺട്രോൾ ചെയ്യുന്നത്, റൺഡൗൺ മാനേജ് ചെയ്യുന്നതൊക്കെ ഡെസ്ക് ചീഫ് ആയിരിക്കും. അപ്പം പുള്ളിയാണ് പെട്ടെന്ന് ആ വാർത്ത പ്രോംപ്റ്റിൽ തന്നെ. അപ്പൊ ഞാൻ എൻ്റെ അടുത്ത് അതിന് തൊട്ട് മുന്നേ ഒരു വാർത്ത ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് പറഞ്ഞു നിൽക്കണം, ആ വാർത്ത ഒന്ന് ബ്രീഫ് ചെയ്ത് നിൽക്ക് എന്ന് പറഞ്ഞു. അതിന്റെ കുറച്ച് ഡീറ്റെയിൽസും കൂടി വരാനുണ്ട്. അപ്പൊ അങ്ങനെ നോർമലി സംഭവിക്കാറുണ്ട്. ഏതെങ്കിലും പെട്ടെന്ന് ഒരു വാർത്ത വന്നാൽ നമ്മളത് ബ്രീഫ് ചെയ്ത് നിൽക്കണം. പിന്നീടായിരിക്കും അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ വരാം. അപ്പൊ ഞാൻ ആ രീതിയിൽ അതിന് ബാക്കി ഡീറ്റെയിൽസ് ഇപ്പം വരും എന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുവാണ്. അത് ഇന്ന സമയത്ത് പെട്ടെന്ന് പ്രോംപ്റ്റിൽ ഒരു വാർത്ത വന്നിട്ട് പറഞ്ഞു വായിച്ചോളാൻ പറഞ്ഞു. അപ്പൊ ഞാൻ നോക്കുമ്പോഴത്തേക്കും ദേശീയ മാധ്യമ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. ഓക്കെ, താഴെ ഇങ്ങനെ വരുമ്പോഴാണ് സേതുലക്ഷ്മി കാണുന്നത്. സത്യം പറഞ്ഞാൽ ആ ഒരു സമയത്ത് അത് വായിക്കാൻ വേണം, നമുക്ക് ആ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടല്ലോ, സ്വന്തം ഈ അവാർഡ് കിട്ടുക എന്നുള്ള. അപ്പം അതെല്ലാം കൂടി ഒരു മിക്സ് ആയിട്ട് വന്നൊരു സാധനമാണ്, ഇമോഷനാണ്. ഞാനത് കണ്ടപ്പോഴത്തേക്കും ആ മുഖത്തെ എക്സൈറ്റ്മെന്റ് ഞാനിങ്ങനെ ക്യാച്ച് ചെയ്യും. അതായത് ഓക്കെ ഇപ്പൊ കയ്യിൽ പക്ഷെ അതില്ല, ഭയങ്കര അങ്ങനെയായിരുന്നു. ഞാനും വിചാരിച്ചത് അത് കയ്യിൽ നിന്ന് പോകും. കാരണം എനിക്ക് ഒട്ടും ഈ ചിരിയൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. എനിക്ക് ചിരിക്കാൻ വന്നാൽ ഞാൻ അപ്പൊ ചിരിക്കും.
അപ്പൊ ഞാനത് എങ്ങനെ കൺട്രോൾ ചെയ്തതെന്ന് എനിക്ക് പിന്നീട് മനസ്സിലായത്. പക്ഷെ അത് ഭയങ്കര ക്യൂട്ടാണ് ആ വീഡിയോ കാണാനായിട്ട്. വീഡിയോ ഇങ്ങനെ ഇത്രയും വൈറലായി കഴിഞ്ഞപ്പോഴത്തേക്കും ആരെങ്കിലും ഒക്കെ ടെക്സ്റ്റ് ചെയ്യോ ഇൻസ്റ്റഗ്രാമിലോ മറ്റോ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നോ? അത് സ്വാഭാവികമായിട്ടും ഉണ്ടാവുമല്ലോ. ചെറിയൊരു കോഴിശല്യം. അതുണ്ട്. ആ വീഡിയോ ആക്ച്വലി വൈറലായത് ഞാൻ അറിഞ്ഞത് തന്നെ ഭയങ്കര ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഈ സാധനം ഇത്രയും വൈറലായ ഒരു കാര്യം. എൻ്റെ ഒരു ഫ്രണ്ട് ടീനയാണ് എനിക്ക് ആദ്യമായിട്ട് ആ ക്ലിപ്പ് അയച്ചു തരുന്നത്. ഇതൊക്കെ കാണുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ട്, ഇതൊക്കെ കാണുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ട് അയച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് അവൾ അയച്ച് 2 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ കാണുന്നത് ഇൻസ്റ്റഗ്രാമില്. ഇൻസ്റ്റഗ്രാമിൽ ആക്റ്റീവ് അല്ല, അത്ര ആക്റ്റീവ് ഒന്നും അല്ല. വേണ്ട, പ്രൈവറ്റ് അക്കൗണ്ട് ആണോ? പ്രൈവറ്റ് അല്ല, ഇപ്പൊ പബ്ലിക് അക്കൗണ്ടാ. ഇപ്പൊ പബ്ലിക് അക്കൗണ്ട് ആണ്. ഇപ്പൊ പബ്ലിക്കാ. സേതുലക്ഷ്മി വേണമെങ്കിൽ സെർച്ച് ചെയ്ത് കിട്ടുമായിരിക്കും. സേതുലക്ഷ്മി നോക്കിയാൽ കിട്ടും. സന്തോഷമായാലും ഐഡി ഞാൻ വാങ്ങിച്ചു തന്നിട്ടുണ്ട്. ഇനി ആരും പറയരുത് അവതാരിക നിനക്കൊന്ന് ഐഡി ചോദിക്കാമായിരുന്നു. സേതുലക്ഷ്മി. അപ്പോ ആ സമയത്ത് ഞാൻ ഭയങ്കര ആക്റ്റീവ് ഒന്നും ആയിരുന്നില്ല. ഫോട്ടോസ് ഒക്കെ ഇടും, പക്ഷെ എങ്കിലും ഈ മെസ്സേജ് നോക്കുക അങ്ങനത്തെ സംഭവമൊന്നുമില്ല. അപ്പോ ഞാൻ വെറുതെ ഇങ്ങനെ നോക്കുന്ന സമയത്താണ് ഇത് കണ്ടത്, ടീനയുടെ മെസ്സേജ് കണ്ടത്. അപ്പൊ നോക്കുമ്പോ ഇങ്ങനെ ഒരു ട്രോൾ, അപ്പൊ കണ്ടപ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. നല്ല രസമുണ്ടല്ലോ. അപ്പം ഈ ഇൻസ്റ്റഗ്രാമിൽ ഇപ്പൊ ആൾക്കാർ ടെക്സ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞല്ലോ, എന്താ ഇവർ ആക്ച്വലി ടെക്സ്റ്റ് ചെയ്യാ? മാരിഡ് ആണോ, സിംഗിൾ ആണോ, അങ്ങനത്തെ ചോദ്യമാണോ? അത് ഇന്ന് കണ്ടിരുന്നു, നല്ല ഭംഗിയുണ്ട്, എന്താ അവരുടെ ഒരു നോർമൽ വേ ഓഫ് ടെക്സ്റ്റുകളൊക്കെ? എല്ലാം ചോദിക്കാറുണ്ട്. ഇന്ന് കണ്ടിരുന്നു എന്ന് പറയാറുണ്ട്, ഇന്നലെ കണ്ടില്ലല്ലോ എന്ന് ചോദിക്കാറുണ്ട്. ഇന്നലെ ന്യൂസ് ആംഗിൾ കണ്ടില്ലല്ലോ സേതുവിനെ, അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. സേതുന്നാ വിളിക്കുന്നത്? പലരും പല പേരിലൊക്കെ വിളിക്കാറുണ്ട്. സേതു തന്നെ തോന്നുന്നു കൂടുതൽ പേരും വിളിക്കാം, ഷോർട്ടാക്കിയില്ലേ? ഷോർട്ടാക്കിയിട്ട്. മറ്റേ ചൈന ടൗണിലെ ദിലീപേട്ട പറഞ്ഞ് എബിലി വിരിഞ്ഞും വിലി സേതു കട്ടാക്കി, സേതുലക്ഷ്മി കട്ടാക്കി സേതു എന്നാ വിളിക്കുന്നത്. ഓക്കെ, പിന്നെ ഈ പറഞ്ഞ പോലെ സിംഗിൾ ആണോ, കമ്മിറ്റഡ് ആണോ, ആ രീതിയിൽ. പിന്നെ ഡ്രസ്സ് നന്നായിരുന്നു അങ്ങനൊക്കെ പറയാറുണ്ട്. അങ്ങനത്തെ കോംപ്ലിമെന്റ് ഒക്കെ കിട്ടാറുണ്ട്. ഇന്നത്തെ മേക്കപ്പ് ശരിയല്ല അങ്ങനെയൊക്കെ. അല്ല, മേക്കപ്പിന്റെ ഒന്നും വന്നിട്ടില്ല, ഡ്രസ്സിങ്ങിനെ കുറിച്ചിട്ടൊക്കെ ഇങ്ങനെ പറയാറുണ്ട്. പക്ഷെ നമ്മളങ്ങനെ റിപ്ലൈ ഇങ്ങനെ കാണുന്നതാണ്, റിപ്ലൈ ഒന്നും കൊടുക്കാറില്ല. ഇതൊക്കെ പക്ഷെ ഓപ്പൺ ചെയ്ത് നോക്കാറുണ്ടല്ലേ? ഓപ്പൺ ചെയ്ത് ചിലതൊക്കെ നോക്കും, മെസ്സേജൊക്കെ നോക്കാറുണ്ട്, പക്ഷെ റിപ്ലൈ കിട്ടത്തില്ല. ഓക്കെ, ഞാൻ ചോദിക്കണം എന്ന് വെച്ചിരിക്കുകയാണ്, ഈ ഡ്രസ്സുകളൊക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു. അത് നിങ്ങളെ തന്നെ സ്വന്തം സാരിയും കുറച്ചൊക്കെ നമ്മുടെ ഓൺ കോസ്റ്റ്യൂം ആയിരിക്കും, ചിലതൊക്കെ ഓഫീസിൽ നിന്ന് തരുന്നതായിരിക്കും. ഓഫീസിൽ നിന്ന് കോസ്റ്റ്യൂം പ്രൊവൈഡഡ് ആണ്. ചിലതൊക്കെ അവിടെ നിന്നായിരിക്കും, ചിലതൊക്കെ നമ്മുടേതായിരിക്കും. ഈ ടെക്സ്റ്റുകളും സംഭവങ്ങളും ഒക്കെ വരുന്നതല്ലാതെ നേരിട്ട് ആരെങ്കിലും കാണുമ്പം എന്തെങ്കിലും ഒരു ക്രേസിയസ്റ്റ് ഫാൻ മൊമെന്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ഫാൻ മൊമെന്റ്, അങ്ങനത്തെ ഒരു ക്രേസിയസ്റ്റ് ഫാൻ മൊമെന്റ് ഒന്നും ഉണ്ടായിട്ടില്ല. അല്ലെങ്കിൽ ആരെങ്കിലും വന്ന് നേരിട്ട് അല്ലെങ്കിൽ ടെക്സ്റ്റിലൂടെയോ ഒരു പ്രപ്പോസലോ? പ്രപ്പോസലൊക്കെ ഇഷ്ടംപോലെ വരാറുണ്ട്, ടെക്സ്റ്റ് ചെയ്തിട്ടൊക്കെ ഒരുപാട് പ്രപ്പോസൽ വരാറുണ്ട്. എന്താണ് കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട്, ആ രീതിയിലൊക്കെ വരാറുണ്ട്. എപ്പോഴെങ്കിലും അതൊരു ശല്യമായിട്ട് തോന്നുമ്പോ? അങ്ങനെയൊന്നും ഇല്ല, അതൊക്കെ ശല്യപ്പെടുത്താറില്ല. ഞാനത് അങ്ങനെ ആളുകളാ. ഞാൻ ചോദിക്കട്ടെ, പക്ഷെ നമ്മളിതൊക്കെ സൈഡിൽ കൂടെ ഒരു രസമല്ലേ നമുക്കായ ആൾക്കാരെ എൻജോയ് ചെയ്യും. ആളുകൾ നമ്മളെ സ്നേഹിക്കുന്നു, നമ്മളെ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്നത് ഏത് തരത്തിലാണെങ്കിലും അത് ഒരാൾക്ക് സ്നേഹിക്കപ്പെടാനാണല്ലോ ബുദ്ധിമുട്ട് മറ്റൊരാളുടെ ആളാൽ. ചേച്ചി റൊമാൻറ്റിക് പേഴ്സൺ അങ്ങനെ റൊമാൻറ്റിക്. അപ്പൊ ആരെങ്കിലും ഒക്കെ നമ്മളെ സ്നേഹിക്കുന്നത് നല്ല കാര്യമല്ലേ? ഇനി നമുക്ക് ചെറിയൊരു ഗെയിം റൗണ്ടിലേക്ക് പോവാം. അതായത് ചേച്ചിക്ക് അറിയുന്ന കുറച്ച് ആൾക്കാരുടെ പേര് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്, അത് ഞാൻ വായിക്കും. അപ്പൊ അവരെ പറ്റിയിട്ടൊരു 1 ലൈൻ ഡിസ്ക്രിപ്ഷൻ ഒന്ന് പറഞ്ഞാൽ മതി. അപ്പൊ അറിയുന്നവർ. ഓക്കെ, ആദ്യം തന്നെ ഷാനി പ്രഭാകർ. അയ്യോ, ഷാനി ചേച്ചി എനിക്ക് പേഴ്സണലി പരിചയമൊന്നുമില്ല, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പുള്ളിക്കാരത്തെ കുറിച്ചിട്ട് ഒറ്റ വാക്കിൽ ഒരു ഡിസ്ക്രിപ്ഷൻ. മേ ബി ബ്രേവ് ലേഡി, ബോൾഡ് ലേഡി എന്ന് തുറന്നു പറയാൻ വേണ്ടി. ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ. ഓക്കെ, അടുത്തത് അരുൺ. പുള്ളീനെയും ഇവരെ ആരും എനിക്ക് നേരിട്ട് പരിചയമില്ല കേട്ടോ, പക്ഷെ ചേച്ചിക്ക് അറിയില്ലേ? ഇവരൊക്കെ അറിയാം. അരുൺ കൂൾ പേഴ്സൺ. ഹാഷ്മി എന്താ? ഹാഷ്മി ഇതുപോലെ എന്താ, പുള്ളിയൊക്കെ എന്താ ഒറ്റ വാക്കിലൊക്കെ പറയാ. അത് ചേച്ചി ഒരു ചിരി തന്നത് ഹാഷ്മിനെ ഞാൻ ചോദിച്ചപ്പോ. ഒരു ചിരി. അല്ല, ഹാഷ്മി എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. അതുകൊണ്ട് എന്നാൽ
ഡിസ്ക്രിപ്ഷൻ ഹാഷ്മി ചേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ പുള്ളി ഒരു കിടുവാണ്. കിടു മനുഷ്യൻ എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ കിടു എന്ന് വിശേഷിപ്പിക്കാനുള്ള ഒരു റീസൺ? പുള്ളിയുടെ അവതരണം നല്ലതാണ്. പുള്ളിയുടെ ചർച്ചകളൊക്കെ നല്ലതല്ലേ, കാണാറില്ലേ? മേ ബി പുള്ളി എടുക്കുന്ന ഒരു സ്റ്റാൻഡുകളോടാണോ? മൊത്തത്തിൽ ഒരു കിടുവാണ്. കിടു മനുഷ്യൻ. ഓക്കെ, ഇനി അടുത്തത് പിണറായി വിജയൻ. പുള്ളി പുത്തമക്കിലൊക്കെ നല്ല കരുത്തുറ്റൊരു ഭരണാധികാരിയാണ്. വി ഡി സതീശൻ നല്ലൊരു പ്രതിപക്ഷ നേതാവാണ്. ഗണേഷ് കുമാർ സർ. കെ ബി ഗണേഷ് കുമാർ MLA ആയ സമയത്ത് നല്ല കടുത്ത നിലപാടൊക്കെ എടുത്തിട്ടുണ്ട്. ഇപ്പൊ മന്ത്രി ആയിട്ടല്ലേ ഉള്ളൂ, ഇപ്പൊ നോക്കാം എങ്ങനെ ഉണ്ടാവുന്നല്ലേ. ഓക്കെ, അടുത്തത് സുരേഷ് ഗോപി. പുള്ളി നല്ലൊരു ആക്ടറാണ്. അപ്പം ആസ് എ പൊളിറ്റീഷ്യൻ നോ കമന്റ്സ്. ഓക്കെ, കൃഷ്ണകുമാർ. ആക്ടർ കൃഷ്ണകുമാർ പുള്ളി നല്ലൊരു ആക്ടറാണ്. പുള്ളിയുടെ സിനിമ പണ്ട് കണ്ടിട്ടുണ്ട്. ചേച്ചി നല്ല അടിപൊളി ജേർണലിസ്റ്റ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ചേച്ചി ഈ റൗണ്ട് ഹാൻഡിൽ ചെയ്ത രീതി. എനിവേ, എന്തായാലും കുറെ നേരം നമ്മൾ ഇരുന്ന് സംസാരിച്ചിരുന്നു. ഈ ഒരു ലുക്കൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് എന്തെങ്കിലും ചെയ്യാറില്ല? അത് ചുമ്മാ എനിക്ക് ഹെയർ സ്റ്റൈൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ സീരിയസ്ലി അങ്ങനെ ഒന്നും ചെയ്യാറില്ല. ഹെയർ ഞാൻ കുറച്ച് നാളിന് മുന്നേ ഒരു ബോട്ടോക്സ് ട്രീറ്റ്മെന്റ് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിന്റെ കാലാവധിയൊക്കെ കഴിഞ്ഞു പോയി. പിന്നീട് അത് ചെയ്തിട്ടൊന്നുമില്ല. പിന്നെ ബേസിക്കലി ഹെയർ ഇങ്ങനെയൊക്കെയാണ്, ഏകദേശം ഭയങ്കര വേവി ഹെയർ അല്ല. ഇപ്പം ജിമ്മിൽ പോവുക, സ്കിന്ന് നോക്കുക, അങ്ങനെയൊക്കെ? ജിമ്മിൽ പോകാറുണ്ട്. സ്കിൻ കെയർ ഭയങ്കര കുറവാ. സ്കിൻ കെയർ അങ്ങനെ ചെയ്യാറില്ല. ഇനിയിപ്പോ ചെയ്ത് തുടങ്ങണം. ജിമ്മിൽ പോകാറുണ്ട്. ഓക്കെ, ഇനി കുറച്ച് ഫണ്ണി ക്വസ്റ്റ്യൻസിലേക്കാണ് ഞാൻ പോകുന്നത്. വളരെ കാഷ്വൽ ആയിട്ട് എടുത്തിട്ട് ഉത്തരം പറഞ്ഞാൽ മതി. അപ്പോൾ ചേച്ചിക്ക് ക്യാബിനറ്റിൽ നിന്ന് ഏതെങ്കിലും ഒരു മിനിസ്റ്ററെ മീറ്റ് ചെയ്യാനും അദ്ദേഹത്തിന് ഒരു അഡ്വൈസ് കൊടുക്കാൻ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെന്ന് വിചാരിച്ചോ, ഹൂ വുഡ് ഇറ്റ് ബി ആൻഡ് എന്തായിരിക്കും ചേച്ചി പറയാ? ഞാൻ നമ്മുടെ മിനിസ്റ്റർ മുഹമ്മദ് റിയാസിനെ, ഞാൻ പുള്ളിനെ മുൻപ് ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഒരു കണക്ഷൻ കിട്ടിയൊരു മനുഷ്യനാണ് മുഹമ്മദ് റിയാസ്. ഇപ്പൊ നമ്മള് പറയുന്ന അത്രയും ഒരു മന്ത്രിയോട് സംസാരിക്കുന്ന പോലെ ഫീൽ ചെയ്യത്തേയില്ല. ഭയങ്കര കൂളാണ് പുള്ളിക്കാരൻ. അപ്പോൾ എന്താ പറയാൻ ഉള്ള ചോദിച്ചാൽ, എനിക്ക് നമ്മുടെ ടൂറിസം മേഖല, അതായത് വിദേശികൾ എപ്പോഴും വരുന്നതാണ്. അപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ കുറച്ചും കൂടിയൊക്കെ നമ്മൾ വിദേശീയ ഒരു വെൽക്കമിങ്, അതെ, നല്ല രീതിയിൽ ടൂറിസം മേഖലയെ കുറച്ചും കൂടെ ഒന്ന് അടിപൊളിയാക്കാം. ആ രീതിയിൽ കുറച്ച് സജഷൻസ് ഒക്കെ കൊടുക്കണം എന്ന് ആഗ്രഹമുണ്ട്. ഓക്കെ, അടുത്തത് ഏതെങ്കിലും ഒരു പൊളിറ്റീഷ്യനിൽ നിന്ന് ഒരു അഡ്വൈസ് സ്വീകരിക്കാൻ മതി അത്രയും അഡ്മിറേഷൻ തോന്നിയ ഏതെങ്കിലും ഒരു വ്യക്തി ഉണ്ടോ? ഞാൻ VD സതീശനെ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒപ്പോസിഷൻ ലീഡർ. പുള്ളി ഭയങ്കരമായിട്ട് വായിക്കുന്ന ആളാണ്. ഭയങ്കര ലോക വിവരമുള്ളൊരു മനുഷ്യനാണ്. ഒരു വാക്കിംഗ് എൻസൈക്ലോപ്പീഡിയാണ് VD സതീശൻ. എല്ലാ കാര്യങ്ങളെ കുറിച്ചും ഭയങ്കര കീനായിട്ട് ഒബ്സർവ് ചെയ്യും. ഭയങ്കര അറിവാ. നമ്മൾ വിചാരിക്കുന്ന പോലെ ഇന്റർനാഷണൽ പൊളിറ്റിക്സിലൊക്കെ പുള്ളിക്കാരൻ ഭയങ്കര അഗ്രഗണ്യനാണ്. അത് പുള്ളിനെ ഇന്റർവ്യൂ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത്. അപ്പോൾ പുള്ളിക്കാരനെ കാണണമെങ്കിൽ എനിക്ക് കുറച്ച് പുസ്തകങ്ങളൊക്കെ പുള്ളിക്കാരുടെ നിന്ന് വാങ്ങിച്ച്, പുള്ളിയുടെ നിന്ന് കുറച്ച് സജഷൻസ് ഒക്കെ വാങ്ങിച്ച് അതൊക്കെ ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം. കാരണം അപ്പൊ ഇത്രയും അറിവുള്ള ഈ ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ അറിവുകളെ നല്ല രീതിയിൽ അദ്ദേഹത്തിന്റെ ഭരണം ഇതിൽ യൂസ് ചെയ്യുന്നുണ്ടെന്ന് ചേച്ചിക്ക് തോന്നുന്നുണ്ടോ? അല്ല, അങ്ങനെ ഒരു ഭരിക്കാൻ ഒരു അവസരം VD സതീശന് ഒപ്പോസിഷൻ ലീഡർ ആണല്ലോ. അപ്പൊ നമ്മൾ വായിക്കുന്ന കാര്യങ്ങൾ ഒരു വശത്ത്, ഒരു പ്രായോഗിക രാഷ്ട്രീയം വേറൊരു വശത്ത്, ഇത് നമുക്ക് മിക്സ് ചെയ്യാൻ പറ്റില്ലല്ലോ. പുള്ളി നന്നായിട്ട് വായിക്കും. എല്ലാ കാര്യങ്ങളെ കുറിച്ചും ഭയങ്കര അറിവാ. ഓക്കെ, ഇപ്പം പണ്ട് കോളേജിൽ പഠിക്കുന്ന സമയത്തായാലോ അല്ലെങ്കിൽ ഇപ്പോഴായാലോ വളരെ ക്രഷ് തോന്നിയ ഏതെങ്കിലും ഒരു ന്യൂസ് റീഡറോ ഒരു ഫിലിം സ്റ്റാറോ അങ്ങനെ ആരെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അത് എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. ന്യൂസ് റീഡർ അങ്ങനെ ക്രഷ് തോന്നിയിട്ടില്ല. ഫിലിം സ്റ്റാർസിന്റെ അടുത്തൊക്കെ ക്രഷ് ഒക്കെ തോന്നിയിട്ടുണ്ട്. പേര് പറയാം. എനിക്ക് വരുൺ ധവാന്റെ അടുത്ത് ഭയങ്കര ക്രഷായിരുന്നു. ആരാണ്? വരുൺ ധവാന്റെ അടുത്ത്. വരുൺ ധവാന്റെ അടുത്താണോ? ഇപ്പോഴും ക്രഷാ. എന്തെങ്കിലും പുള്ളിയെ ഇന്റർവ്യൂ ചെയ്യാൻ പറ്റട്ടെ. ആരെങ്കിലും വല്ലാത്ത ജലസി തോന്നിണ്ടോ? അവരുടെ ഒരു പ്രസന്റേഷൻ നോക്കും അല്ലെങ്കിൽ ഒരു ജലസി
ജലസി ആയിട്ടൊന്നും തോന്നിയിട്ടില്ല, പക്ഷെ അതുപോലെയൊക്കെ ആവണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട് പലരെയും കാണുമ്പോൾ. ഇപ്പം എന്നോട് പലരും ചോദിക്കാറുള്ളതാ, ഈ ഇന്റർവ്യൂ എടുത്തതിന് ശേഷം ആരെങ്കിലും ഒക്കെ നിന്നെ ഡേറ്റിന് വിളിച്ചിട്ടുണ്ടോ, ഏതെങ്കിലും ഫിലിം സ്റ്റാർസ് ഒക്കെ? ഞാൻ ചില പറയാറുണ്ട് എന്ന് പറയുന്നത് ഇല്ലാന്ന് പറയും. ചേച്ചിന് ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോ? വിളിച്ചിട്ടൊക്കെ ഉണ്ട്. വിളിച്ചിട്ടുണ്ട്, പോയിട്ടില്ല. എന്ത് പറഞ്ഞു ഒഴിയാറുണ്ട്? സിനിമാ നടന്മാരാണ്, പൊളിറ്റീഷ്യൻസ് ആണോ? ബോത്ത്. അപ്പൊ എന്താ ചേച്ചി വിളിച്ചിട്ടൊക്കെ ഉണ്ട്. അല്ല, ആ സമയം നമ്മൾ എന്തെങ്കിലും നമുക്ക് മനസ്സിലാവുമല്ലോ റൂട്ട് എങ്ങോട്ടാന്നുള്ള. എന്തെങ്കിലും തിരക്കിന്റെ കാര്യവും ഇവരൊന്നും നമുക്ക് സ്ഥലത്തില്ല, ഞാൻ വിളിക്കാം. ഞാനെന്താ പറയാ. അടുത്തത് ഒരു ബ്യൂട്ടി ടിപ്പ് കൊടുക്കാനാണെങ്കിൽ എന്തായിരിക്കും കൊടുക്കുക? അയ്യോ, ഞാനതിൽ ഭയങ്കര പുറകോട്ടാ. അങ്ങനെ പറയാൻ പറ്റത്തില്ല, കേരളത്തിൽ എത്ര സുന്ദരിയായിട്ടുള്ള ന്യൂസ് റീഡർ ആണ്. അപ്പൊ എന്തെങ്കിലും ഒരു ബ്യൂട്ടി ടിപ്പ്. ബ്യൂട്ടി ടിപ്പ് എനിക്ക് അങ്ങനെ, ഞാൻ അങ്ങനെ ഒരു സൺസ്ക്രീൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കാം. ഞാൻ ആകെ ഉപയോഗിക്കുന്ന ഒരു സാധനം സൺസ്ക്രീൻ മാത്രമാണ്. സൺസ്ക്രീൻ നല്ലയാ, എപ്പോഴും നമുക്ക് മുഖത്തിന് വേറെ പ്രശ്നമൊന്നും വരില്ല അതിന് വേണ്ടിട്ട്. ഇപ്പൊ ഈ ചിരി കൺട്രോൾ ചെയ്യുന്ന കാര്യം പറഞ്ഞല്ലോ, നമ്മൾ ഈ നെറ്റില് ഇങ്ങനെ ജേർണലിസ്റ്റുകൾക്ക് പറ്റിയ അബദ്ധങ്ങൾ എന്നൊക്കെ പറഞ്ഞ് എടുത്തു നോക്കി കഴിഞ്ഞാൽ മറ്റേ സാറേ പ്രധാന വാർത്ത എഴുതിയിട്ടില്ല അങ്ങനെയൊക്കെ, പിന്നെ ഇങ്ങനെ ഇരുന്നിട്ട് നികേഷേട്ടൻ കൊട്ടി പാടുന്ന വീഡിയോ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ചേച്ചിക്ക് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? അങ്ങനെ എനിക്ക് ഓണർ അബദ്ധമൊക്കെ പറ്റിയിട്ടുണ്ട്. അതായത് നമുക്ക് ചില സമയത്ത് നമ്മൾ അറിയില്ല, PCR നമുക്ക് നിർദ്ദേശം തരും, പിന്നെ ആയി കൗണ്ടായി റെഡി ആയിട്ടിരുന്നോ എന്നിങ്ങനെ പറയും. അപ്പൊ ചില സമയത്ത് നമ്മൾ അറിയില്ല, അപ്പൊ ചിലപ്പോ ഈ മുടിയൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്യുന്ന സമയം അല്ലെങ്കിൽ സാരിയൊക്കെ സെറ്റ് അങ്ങനെയൊക്കെ കയറി പോയിട്ടുണ്ട്, ഓണേറി പോയിട്ടുണ്ട്. എന്നാലും പക്ഷെ അതൊന്നും ഇത്ര വലിയ പ്രശ്നമുള്ള കാര്യങ്ങളല്ല എന്ന് തോന്നുന്നല്ലേ. ഇപ്പൊ ആക്ച്വലി ആള് ലൈവ് വന്നിട്ടാണ് ഇപ്പൊ ഇന്റർവ്യൂവിന് വന്നിരിക്കുന്നത്. അതാണ് ഇത്രയും നല്ല സുന്ദരിയായി നമ്മുടെ അല്ല സുന്ദരി കേട്ടോ അങ്ങനെ വന്നിരിക്കുന്നത്. ആക്ച്വലി എനിക്ക് ആ ബ്ലൗസ് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് ആക്ച്വലി ബ്ലൗസ് അല്ല, ഇതെന്റെ ഒരു ടീഷർട്ടാണ്. ഓ മൈ ഗോഡ്. ഞാനാണെങ്കിൽ ഇന്നുണ്ടോ ഒരു ജേർണലിസ്റ്റിനെ ഇന്റർവ്യൂ ചെയ്യാൻ പറ്റുന്നത്. ഇത്രയും ജേർണലിസ്റ്റ് മറ്റേ ക്രോപ്പ് ടോപ്പ്, മറ്റേ ടോപ്പൊക്കെ ക്രോപ്പ് ടോപ്പ് ആക്കിയിട്ടൊക്കെ സാരി എടുത്ത് തന്നിരിക്കുക. ഇപ്പം ഭയങ്കര അപ്ഡേറ്റഡ് ആയില്ലേ നിങ്ങളുടെ ഒരു ഫാഷൻ? പണ്ട് മറ്റേ സാരി ഒക്കെ എടുത്ത് ഇങ്ങനെ ഇരിക്കുന്ന ആ ഒരു അല്ല, ചാനലിൽ നമുക്ക് ഇങ്ങനെ അപ്ഡേറ്റഡ് ആണെങ്കിലും ഒരു ട്രഡീഷണൽ രീതി ഇപ്പോഴും ഫോളോ ചെയ്യുന്നുണ്ട്. നമുക്കൊരു വൾഗറായിട്ടൊന്നും ഡ്രസ് ചെയ്യാൻ പറ്റില്ല. അവർ പറയുന്ന ഒരു രീതിയിൽ നമ്മൾ ഇത്രയും ഓഡിയൻസിനെ നമ്മൾ കാണുകയല്ലേ. അവരിപ്പോ നമ്മളെ അവർ കാണുന്നത് ആ ഒരു ചാനലിന്റെ ബ്രാൻഡ് ആയിട്ടാണല്ലോ. അപ്പൊ അതിനെ ഒരിക്കലും നമ്മൾ മോശമാക്കാൻ പാടില്ല. നമ്മുടെ വസ്ത്രത്തിലാണെങ്കിലും നമ്മുടെ പെരുമാറ്റത്തിലാണെങ്കിലും സംസാരത്തിലാണെങ്കിലും ആ ഒരു ഡീസൻസി നമ്മൾ എപ്പോഴും കീപ്പ് ചെയ്യണം. പുറത്തിറങ്ങി നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, അതിന് ഒരു കുഴപ്പമില്ല. പക്ഷെ അകത്ത് കയറുമ്പം അവർ ഡിമാൻഡ് ചെയ്യുന്ന കാര്യം നമ്മൾ അംഗീകരിക്കാൻ ബാധ്യസ്ഥരാവണം. പക്ഷെ എന്നാൽ ഇപ്പൊ ഈ വീഡിയോ വൈറലായി കുറച്ചും കൂടെ ആൾക്കാർക്ക് ഫേസ് നല്ലോണം അറിയാം, അപ്പൊ പുറത്തിറങ്ങുമ്പോ ഒന്ന് മാനിക്കേണ്ടി വരില്ലേ? ആളുകൾ കാണുമ്പോഴൊക്കെ വന്ന് മിണ്ടാറുണ്ട്, സംസാരിക്കാറുണ്ട്. പക്ഷെ അതിനപ്പുറം എനിക്ക് തോന്നുന്നു നമ്മുടെ ആളുകളുടെ ചിന്താഗതിയൊക്കെ മാറി. അവരിപ്പം നമ്മൾ ചാനലിൽ നിൽക്കുമ്പോൾ ഉള്ളൊരു അപ്പോഴാളുകൾ കാണുന്നൊരു സമീപനവും പുറത്തിറങ്ങി നമ്മളെ കാണുമ്പോൾ സമീപനവും രണ്ടാ. അവരിപ്പോ ഒരു ഡ്രസ്സിങ്ങിന്റെ പേരിൽ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ അങ്ങനെയൊന്നും ഇപ്പം ആളുകൾ ചിന്തിക്കുന്നില്ല എന്ന് തോന്നുന്നു. ഇല്ല, അതൊക്കെ ആ ഒരു രീതിയൊക്കെ മാറി. ആ ഒരു എനിക്ക് തോന്നുന്നു തലമുറ മാറും തോറും ആൾക്കാരുടെ ചിന്തയും കാഴ്ചപ്പാടും ഒക്കെ മാറി വരുന്നുണ്ടല്ലോ. ചേച്ചി വർത്താനം പറയുന്നത് കേട്ടിരിക്കാൻ നല്ല രസമുണ്ട്. കാരണം ഓരോ വാക്കും ഇങ്ങനെ പെറുക്കി ഇപ്പം ഞാനൊക്കെ എന്തെങ്കിലും ചിലപ്പോൾ വർത്താനം പറയുമ്പം ചില വാക്കുകളൊന്നും കുഴഞ്ഞു പോവാ, അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞ് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ അങ്ങനെ അങ്ങ് പോകും. പക്ഷെ ഇത് ഓരോ വാക്കും വളരെ, അത് ക്യാമറയുടെ മുന്നിലായതുകൊണ്ട് ഒരു ഇന്റർവ്യൂ ആയതുകൊണ്ടൊക്കെ നമ്മള് ചേച്ചി കോമൺ ആയിട്ട് എങ്ങനെ വർത്താനം പറയുന്നത് ശരിക്കും? അല്ല, ഏകദേശം ഇതുപോലെയൊക്കെ തന്നെയാണ്. പിന്നെ നമ്മള് ഫ്രണ്ട്സിന്റെ കൂടെ പോകുമ്പോ നമ്മള് ഈ ഒരു ഇതല്ലല്ലോ, കുറച്ചും കൂടെ ഒന്ന്. പക്ഷെ എന്നാലും അത് ഞാൻ ആലോചിച്ച ഓരോ വാക്കും ഇങ്ങനെ എടുത്ത് പെറുക്കി ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താ പഠിച്ചതൊക്കെ അപ്പോ? ഞാൻ ഡിഗ്രി ഒക്കെ പഠിച്ചത് ഗ്രാജുവേഷൻ പോസ്റ്റ് ഗ്രാജുവേഷൻ ഒക്കെ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആയിരുന്നു പഠിച്ചത്. അപ്പൊ അതിന് സബ് ആയിട്ടുണ്ടായിരുന്നത് ജേർണലിസം ആയിരുന്നു. അപ്പോ ഗ്രാജുവേഷൻ ടൈമിൽ തന്നെ ജേർണലിസം പഠിച്ചാൽ കൊള്ളാം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് പിന്നീട് ട്രിവാൻഡ്രം പ്രസ് ക്ലബിൽ നിന്ന് PG ഡിപ്ലോമ ജേർണലിസത്തിൽ എടുക്കുന്നത്. ഓ, എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഒരു ജേർണലിസ്റ്റ് ആവണം, വാർത്തയൊക്കെ നിന്ന് ഇങ്ങനെ വായിക്കണം. ക്യാമറാമാൻ മനുവിനോടൊപ്പം മീനാക്ഷി റിപ്പോർട്ടിംഗ് ലൈവ് എന്നൊക്കെ പറയാനായിട്ടൊക്കെ ഒരു ഇത്. പക്ഷെ എന്റെ വീട്ടുകാരൊന്നും ജേർണലിസം എന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്ക് ഉള്ള പരിപാടി എന്ന് വിചാരിക്കണ പോലെ ഒന്നുമല്ല. ബേസിക്കലി നിന്നെ പോലെ പണിയെടുക്കാൻ പറ്റുന്ന പണിയല്ല എന്ന് എന്റെ വീട്ടുകാർ പറഞ്ഞു. സത്യമാണോ? അത് അങ്ങനെയല്ല, അത് നമുക്ക് തോന്നുന്നു ഈ എല്ലാ വീട്ടുകാരുടെയും ഒരു ചിന്ത. അതായത്
ഈ പ്രത്യേകിച്ച് നമ്മുടെ പഠിച്ചു വരുന്ന ഒരു സമയത്ത് ഇപ്പോഴത്തെ കാര്യമല്ല ഞാൻ പറയണേ, ഇപ്പം ഞാനൊക്കെ പഠിക്കുന്ന ഒരു സമയത്ത് ഒരു ആളുകളൊക്കെ എൻ്റെ പാരൻസും അതുപോലെ തന്നെ അത് സെയിം ആയിരുന്നു. ഇങ്ങനെ ജേർണലിസം എന്ന് പറഞ്ഞാൽ അത് അവരുടെ ഒരു കാഴ്ചപ്പാടിൽ സിനിമകളാണല്ലോ ഒരു പരിധിക്കപ്പുറം മനുഷ്യനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഘടകം. അപ്പോൾ ഈ സിനിമകളിൽ കാണുന്ന ജേർണലിസ്റ്റുകളെല്ലാം ഈ അടികൊള്ളുന്ന ജേർണലിസ്റ്റുകളാണ്, വധഭീഷണി നേരിടുന്ന ജേർണലിസ്റ്റുകളാണ്, ആ ഒരു ലെവൽ ഓഫ് ആൾക്കാരായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവർക്കും അതൊരു ഭയമുള്ളൊരു കാര്യമായിരുന്നു. ഞാൻ ജേർണലിസം PG ഇവിടെ പ്രസ് ക്ലബിലൊക്കെ ഞാൻ അപ്ലൈ ചെയ്യുന്നത് പോലും എൻ്റെ അച്ഛനും അമ്മയൊന്നും അറിയാതെ ഞാൻ അപ്ലൈ ചെയ്യുമായിരുന്നു. അവരടുത്ത് പറഞ്ഞിട്ടില്ല. പറയാണ്ടാണ് ഇതില് പത്രത്തിൽ കണ്ടു, മനോരമയിൽ കണ്ടു, കട്ട് ചെയ്ത് അയച്ചു. എൻ്റെ എൻട്രൻസിന് വന്നു. എൻട്രൻസിന് പോസ്റ്റ്മാൻ വീട്ടിൽ കത്തുകൊണ്ട് വരുമ്പോഴാണ് അച്ഛനും അമ്മയും ഒക്കെ അറിയുന്നത് ഞാനിങ്ങനെ അയച്ചിട്ടുണ്ടെന്നുള്ള കാര്യം. അത് വരുന്ന സമയത്തും അമ്മയൊക്കെ ഭയങ്കര പ്രശ്നമായിരുന്നു, പോവാൻ പാടില്ല, അമ്മയ്ക്ക് ഭയങ്കര പേടി കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ അങ്ങനെ പോവണ്ടെന്ന് തന്നെ പറഞ്ഞു. പിന്നീട് അച്ഛൻ ഭയങ്കര സപ്പോർട്ടാണ്. കുഞ്ഞിനെ തൊട്ട് തന്നെ അച്ഛൻ ഭയങ്കര സപ്പോർട്ടാണ്. എല്ലാ സ്ഥലങ്ങളിലും ഒറ്റയ്ക്കേ വിടത്തുള്ളൂ. അച്ഛൻ ഒരിക്കലും കൂടെ വരത്തില്ല. ഇപ്പം നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തന്നെ LP സ്കൂളിൽ നിന്ന് UP സ്കൂളിലോട്ട് മാറാൻ വേണ്ടിയിട്ട് ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ, അതിന് പോലും അച്ഛനൊന്നും വന്നിട്ടില്ല. ഒറ്റയ്ക്ക് പോയി ചേരാൻ പറഞ്ഞു. അത് ഞാൻ അച്ഛൻ ഇപ്പോൾ 2 വർഷം മുന്നെയാണ് മരിച്ചുപോയത്. അപ്പൊ ഞാൻ അതുവരെ പറയുമായിരുന്നു എന്നെ സ്കൂളിൽ ചേർക്കാൻ പോലും വന്നിട്ടില്ല, ഞാൻ ഒറ്റയ്ക്ക് പോയി സ്കൂളിൽ ചേർന്നൊക്കെ. അപ്പോൾ അത്രയും ഫ്രീഡം തന്നിട്ടാ അച്ഛനൊക്കെ വളർത്തിയത്. അപ്പോൾ അച്ഛൻ ആ സമയത്ത് അമ്മയുടെ അടുത്ത് പറഞ്ഞു കുഴപ്പമില്ല, അവളെ അയച്ചതല്ലേ, പോയി എൻട്രൻസ് എഴുതട്ടെ, കിട്ടിയാലല്ലേ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ എന്നിട്ടും ഇവരാരും വന്നില്ല. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, വിഷ്ണു ഇപ്പൊ പോലീസിലാണ്. അപ്പൊ വിഷ്ണു ആണ് എന്നെ കൊണ്ടുപോയി പ്രസ് ക്ലബിൽ കൊണ്ടുപോയി എക്സാം, അവൻ കൂടെ നിന്നു. എന്നിട്ട് എക്സാം ഒക്കെ എഴുതി തിരിച്ച് വീട്ടിൽ കൊണ്ട് വിട്ടു. അപ്പോഴും എക്സാം കുറച്ച് ടഫായിരുന്നു, കിട്ടുമെന്നൊന്നും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. പിന്നീടാണ് എക്സാമിന് കിട്ടി. പിന്നെ ഇവിടെ കിട്ടി കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ വീട്ടുകാരൊക്കെ പറഞ്ഞ് സെറ്റാക്കി പിന്നെ ഇപ്പൊ ജേർണലിസ്റ്റ് ആവുമ്പോൾ ഒരു ട്രഡീഷണൽ ഇതാണല്ലോ നമ്മള് ഉദ്ദേശിക്കുന്നത്. അപ്പം ചേച്ചി ഇപ്പൊ ഈ ഒരു കരിയർ ചൂസ് ചെയ്തെങ്കിലും ഇപ്പൊ അറിയപ്പെടുന്ന ഒരു ഫെയിമിലേക്കൊക്കെ എത്തും എന്ന് അങ്ങനെ ചിന്തിച്ചിട്ടേ ഉണ്ടാവില്ല? അതോ അതിനു വേണ്ടി പേർപ്പസ്ഫുള്ളി ഇപ്പൊ ഹെയർ ആയാലും ഫാഷൻ ഡ്രസ്സിലായാലും ഒക്കെ ഒരു ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ ചിന്തിച്ചിട്ടേ ഇല്ല. അങ്ങനെ ഒരു പോയിന്റ് പോലും ആ ഒരു തരത്തിലുള്ള ചിന്തയില്ല. നമ്മൾ ജേർണലിസം പഠിക്കുന്ന ടൈമിൽ നമ്മൾ പഠിക്കുന്ന ഫുൾ തിയറിയാണ് പഠിക്കുന്നത്. ഇപ്പൊ ഇൻവേർട്ടഡ് പിരമിഡ് എന്താണ്, 5W and 1H എന്താണ്, അങ്ങനെയൊക്കെ. അതായത് ഇപ്പം ഇൻവേർട്ടഡ് പിരമിഡ് എന്ന് വെച്ചാൽ ഈ ഒരു ടൈപ്പിലാണ് നമുക്ക് വാർത്തകളെല്ലാം വരിക, എന്ത് ഏത് എവിടെ, ആ ഒരു ടൈപ്പിലാണ് വാർത്തകളൊക്കെ വരുന്നത്. അങ്ങനെ തിയറിയാ ഫുള്ള് പഠിക്കുന്നതൊക്കെ. പക്ഷെ നമ്മളൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്ത് തുടങ്ങുമ്പോൾ നമ്മൾ പഠിച്ചതൊന്നും അല്ല അവിടെ വരുന്നത്. വേറെ കുറെ കാര്യങ്ങളായിരിക്കും നമ്മൾ പുതുതായിട്ട് പഠിക്കാൻ പോകുന്നത്. ഭയങ്കര ഡിഫറെന്റാ. അപ്പോൾ ഈ ഒരു ടൈപ്പ് ഒരു കാര്യങ്ങളൊന്നും വിചാരിച്ചിട്ടില്ല, ഒരിക്കൽ പോലും വിചാരിച്ചിട്ടില്ല ഇങ്ങനെ ആവുന്നോ. സാധാരണ ഒരു ജോലി പോലെ അങ്ങ് പോവുക, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ പിന്നീടാണ് നമ്മുടെ ഈ ജേർണലിസം നമുക്ക് തരുന്ന ഒരു ഗുണം എനിക്ക് തോന്നിയിട്ടുള്ളത് എപ്പോഴും നമ്മുടെ കാഴ്ചപ്പാടിലൊക്കെ ഭയങ്കര മാറ്റം വരുത്താം. അപ്പൊ ഞാനിപ്പോ കരിയർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ എനിക്കുണ്ടായിരുന്ന ഒരു തിങ്കിങ് പ്രോസസ്സ് അല്ലെങ്കിൽ എൻ്റെ ഒരു കാഴ്ചപ്പാടല്ല ഇപ്പോ എത്തി നിൽക്കുമ്പോൾ. ഒരു എക്സാമ്പിൾ കോട്ട് ചെയ്ത് പറയാൻ പറഞ്ഞാൽ എന്തായിരിക്കും? ഇപ്പൊ നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡിൽ തന്നെ നമുക്ക് നല്ല ചേഞ്ച് വരും. ഇപ്പോൾ നമ്മൾ 2016 ഞാൻ എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തുള്ള ഒരു ഞാനല്ല ഇപ്പോൾ 2024 നമുക്ക് ഒരു സിംഗിൾ സാധനങ്ങളിൽ ഇപ്പൊ നമ്മൾ ജീവിതത്തെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് 2014 കാഴ്ചപ്പാടല്ല നമുക്ക് 2024 വരുമ്പോ കുഞ്ഞു 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 കാര്യങ്ങളിൽ പോലും നമ്മുടെ കാഴ്ചപ്പാടൊക്കെ മാറും. കാരണം നമ്മൾ ഇത്രയും ആളുകളുമായിട്ട് എപ്പോഴും ഇടപെടുന്നുണ്ട്, ഇത്രയും വാർത്തകൾ നമുക്കറിയാം, ഓരോ സ്ഥലത്ത് സംഭവിക്കുന്ന വാർത്തകൾ, അവിടെ ഇത് നടക്കുന്നു ഇവിടെ ഇത് നടക്കുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ചിലപ്പം അതിൻ്റെയൊക്കെ ഒരു ഇൻഫ്ലുവൻസും ആയിരിക്കാം നമ്മുടെ ഈ കാഴ്ചപ്പാടൊക്കെ മാറാനുള്ള വരുന്നത്. അതെ അതെ, ഇത് പക്ഷെ ഒരു 9 to 5 ഡെസ്ക് ജോബ് അല്ല ഒരിക്കലും. നമ്മളെ ഈ ആ ഒരു കൗണ്ടർ പോയിന്റ് സമയത്ത് അല്ലെങ്കിൽ ആ ഒരു ലൈവ് സമയത്ത് നിങ്ങളെ കാണുന്നു എന്നുള്ളതല്ലാതെ ബിഹൈൻഡ് ദാറ്റ് നിങ്ങൾ കംപ്ലീറ്റ്ലി ഇതിൽ ഇൻവോൾവ് ആണെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ? അങ്ങനെ ഒരു ഓഡ് വർക്കിംഗ് ടൈമിലൊക്കെ വർക്ക് ചെയ്തൊരു സമയമൊക്കെ ഒന്ന് ചോദിച്ചാൽ പറയാനായിട്ട് എന്തായിരിക്കും ഉണ്ടാവുക? അല്ല, നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു പെർട്ടിക്കുലർ വർക്കിംഗ് ടൈമിൽ ഒരു ടൈം അനുസരിച്ച് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖല അല്ല ജേർണലിസം. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു TV ജേർണലിസം. പത്രത്തിൽ വീണ്ടും കുഴപ്പമില്ല, കാരണം പത്രം പിറ്റേ ദിവസം രാവിലെ അല്ലേ വരുന്നുള്ളൂ. അപ്പൊ അത്രയും സമയമുണ്ട് അവർക്ക്, ഒരു ഹോൾ ഡേ അവർക്കുണ്ട്. പക്ഷെ ചാനൽ അങ്ങനെയല്ല, ലൈവ് വാർത്തകൾ എപ്പോഴും നമ്മൾ കൊടുത്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ നമുക്ക് നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ കുറെ മാറ്റി വെക്കേണ്ടി വരും. ഇപ്പോൾ റീസെന്റ് നമുക്ക് ഈ ഓയൂർ സംഭവമൊക്കെ നടന്നില്ല, ഓയൂരിൽ ഒരു കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയ സംഭവമൊക്കെ നടന്ന സമയത്ത് 24 hour ചാനലെല്ലാം, ഒരു ചാനലെന്നല്ല കേരളത്തിലെ എല്ലാ ചാനൽസും 24 മണിക്കൂറും പ്രക്ഷേപണം ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ ഈ നമുക്ക്
4 മണി ഷിഫ്റ്റിൽ കയറിയാൽ 12 മണിക്ക് ഇറങ്ങാൻ പറ്റും. രാത്രി 12 മണിക്ക് ഇറങ്ങാം. ഈ 4 മണി ഷിഫ്റ്റിൽ കയറിയ ആളൊക്കെ പിറ്റേ ദിവസം രാവിലെ വരെ പിറ്റേന്ന് 6 മണി വരെ ഇങ്ങനെ ഓൺ എയർ നിന്ന് കണ്ടിന്യൂസ്ലി പറഞ്ഞുകൊണ്ടിരിക്കുക. കണ്ടിന്യൂസ്ലി അന്ന് കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും ഈ കണ്ടിന്യൂസ്ലി ഈ സാധനം കൊടുത്തോണ്ടേയിരുന്നു ഓൺ എയർ ആയിട്ട്. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടില്ല, ആ സമയത്തൊന്നും ഭക്ഷണം കിട്ടാൻ ഒരു വഴിയില്ല, വെള്ളം കുടിക്കാൻ പറ്റില്ല, ഒന്നും ചെയ്യാതെ ഇങ്ങനെ നിന്ന് പറയുക. പക്ഷെ അത് ആളുകൾക്ക് അത് പിന്നീട് നമുക്ക് ഈ വാർത്തകളൊക്കെ ഉണ്ടായി, വിവാദങ്ങളൊക്കെ ഉണ്ടായതിനൊക്കെ ശേഷം ഈ പൊതുമധ്യത്തിൽ നിന്ന് ഒരുപാട് വിമർശനങ്ങൾ ഏൽക്കേണ്ടി വരുന്ന ഒരു സമൂഹം കൂടിയാണ് മാധ്യമ പ്രവർത്തകർ. അത് സിനിമാ മേഖലയിലാണെങ്കിലും പൊതുസമൂഹത്തിലാണെങ്കിലും ഒക്കെ എന്ത് പറഞ്ഞാലും മാപ്ര എന്ന് പറയാനും അല്ലെങ്കിൽ വേറൊരു തരത്തിലൊക്കെ ഭയങ്കര വിമർശനങ്ങൾ നേരിടുന്ന ഒരു വിഭാഗമാണ്. പക്ഷെ അവരുടെ തന്നെ പേഴ്സണൽ കാര്യങ്ങൾ പോലും മാറ്റി വെച്ചിട്ടാണ് ഇത്തരത്തിൽ ഓരോന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത്, വാർത്തകൾ എത്തിച്ചു തരുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ പഴയ ജേർണലിസ്റ്റ് ഇപ്പോഴത്തെ ഒരു ജേർണലിസം തമ്മിൽ ഭയങ്കര വ്യത്യാസം, ഒരുപാട് മാറ്റമുണ്ട്. എന്തൊക്കെയാണ് ചേച്ചിക്ക് തോന്നുന്ന ഒരു വൺ മേജർ ചേഞ്ച് ഞാൻ ചോദിക്കുകയാണെങ്കിൽ? അല്ല, പണ്ടത്തെ എനിക്ക് അങ്ങനെ ആധികാരികമായിട്ട് പറയാനൊന്നും അറിയില്ല, എങ്കിൽ കൂടി പണ്ടത്തെ ഒരു കൺവെൻഷണൽ സാധനമായിരുന്നു. പക്ഷെ ഇപ്പോഴത്തേത് അങ്ങനെയല്ല. കുറേയും കൂടി പണ്ട് ഒരു ചട്ടക്കൂടിനുള്ളിൽ നിന്നാണ് അത് പ്രവർത്തിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ അങ്ങനെയല്ല. ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി നിന്ന് അവരുടെ പ്രശ്നങ്ങൾ അവരെ പോലെ തന്നെ അഡ്രസ്സ് ചെയ്യുന്നില്ലേ മാധ്യമങ്ങളെല്ലാം. അവർക്ക് എന്താണ് പറയാനുള്ളത് അത് അതേ ഭാഷയിൽ അതേ രൂപത്തിൽ അത്രയും ഇൻറ്റൻസിറ്റിയോട് കൂടിയാണ് ഓരോ വിഷയവും പ്രേക്ഷകരിലേക്ക് മാധ്യമങ്ങളെല്ലാം എത്തിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. പണ്ട് അങ്ങനെ നമുക്ക് ദൂരദർശൻ മാത്രമല്ലേ ഉള്ളൂ പണ്ടത്തെ സമയത്ത്. ഒരു 7 മണി തൊട്ട് 7:30 വരെയുള്ള വാർത്ത, അത് കഴിഞ്ഞാൽ അങ്ങനെ ഒരു ടൈമിങ്ങിലുള്ള ഒരു സാധനമല്ലേ. അപ്പൊ നമുക്ക് വാർത്തകൾ അന്ന് സംഭവിച്ച വാർത്തകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് അറിയുന്നുള്ളൂ. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ എല്ലാ വാർത്തകളും നമ്മളുടെ ഉണ്ടാവുന്ന എല്ലാ സംഭവങ്ങളും വാർത്തകളാണ്. പല രൂപത്തിൽ പല ഭാവത്തിൽ അത് പ്രേക്ഷകരിലേക്ക് അവതരിപ്പിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. അവരുടെ എല്ലാ വിഷയങ്ങളും മാക്സിമം കഴിയുന്ന എല്ലാ വിഷയങ്ങളും അഡ്രസ് ചെയ്ത് പോകുന്നുണ്ട് മാധ്യമങ്ങളെല്ലാം. പക്ഷെ എന്നാലും ആ സമയത്തായാലും നമ്മുടെ അളകനന്ദ മാമില്ലേ, അവർക്കൊക്കെ ഭയങ്കര ഫാൻസാ. ഇപ്പോഴും ഉണ്ടല്ലോ. പിന്നെ അതെ, ഞാനിപ്പോഴും അറിയാം അന്ന് എങ്ങനെ കണ്ടു അതേപോലെ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. അപ്പം ഇനി വേണമെങ്കിൽ നമുക്ക് സേതുലക്ഷ്മിയും അടുത്ത ആ ഒരു ഇല്ലാത്തേക്കൊക്കെ പോവാണ് പറയാല്ലേ. അങ്ങനെ ഈ വാക്കുകളുടെ ഒരു സ്ഫുടത, ആക്ച്വലി ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആണ് പഠിച്ചത് എന്ന് പറഞ്ഞല്ലോ. അപ്പം ഇത് രണ്ടും കൂടെ അങ്ങോട്ടൊരു ജെല്ലാവുന്നത്. കാരണം ഭയങ്കരമായിട്ട് മലയാളം പഠിച്ച ആളെ പോലെ മലയാളം പറയുന്നത്. നമുക്ക് വാർത്ത വായിക്കണമെങ്കിൽ കറക്റ്റ് മലയാളം ചാനലിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് മലയാളം അറിഞ്ഞിരിക്കണം. അത് നമ്മള് ഇപ്പൊ ഞാൻ കൗമുദിയിൽ വർക്ക് ചെയ്യുന്ന ടൈമില് ഞാൻ ചെല്ലുമ്പോൾ ടു ബി ഓണസ്റ്റ് എനിക്ക് മലയാളം ഒന്നും അറിയില്ലായിരുന്നു. ഞാൻ പറയുന്ന എനിക്ക് സാ പോലും കറക്റ്റ് വരില്ല. ഞാൻ സേതുലക്ഷ്മി എന്ന് പേര് പറയുന്നത് എപ്പോഴും ഫായ ആയിട്ടാ കേൾക്കുക. സേതുലക്ഷ്മി എന്നൊക്കെയാണ് കേട്ടോണ്ടിരുന്നത് ആളുകൾ. എന്നെ ഇങ്ങനെ കറക്റ്റ് ചെയ്ത് വന്ന അന്നത്തെ ഞങ്ങളുടെ ന്യൂസ് എഡിറ്റർ ശങ്കർ ഹിമഗിരി സാറാണ് സത്യം പറഞ്ഞ എന്നെ ഈ തൊട്ട് പുള്ളിക്കാരനാ. ഇപ്പൊ നമ്മൾ കറക്റ്റ് നമ്മൾ ഇപ്പൊ കായ്ക്കങ്ങ നമ്മൾ പണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാധനം കായ്ക്കങ്ങ അങ്ങനെയല്ലേ പറയാ. അപ്പം സാർ എനിക്ക് പറഞ്ഞു തന്നെ അതങ്ങനെയല്ല. അത് ഓരോന്നിനും ഓരോ ശബ്ദമുണ്ട്, ഓരോ രീതിയിൽ ഇങ്ങനെ ഒരു വേവി ആയിട്ട് ഇങ്ങനെ പോവും ആ സാധനം. അപ്പൊ നമ്മൾ അങ്ങനെ വേണം പഠിക്കാൻ, അതങ്ങനെ വേണം പ്രൊനൗൺസ് ചെയ്യാൻ. അതൊരു ക്ലാസ് ആയിരുന്നു. ചെല്ലുന്ന ഒരു സമയത്ത് നമുക്കൊരു 2 മാസത്തോളം. പിന്നെ അലിയാർ സാർ വന്ന് ക്ലാസ് എടുക്കും. അങ്ങനെ പുറത്തുനിന്ന് ആളുകളൊക്കെ അവർ തരുമായിരുന്നു ഭാഷ പഠിക്കാൻ വേണ്ടി മാത്രം. അത്രയും നമ്മുടെ ശബ്ദം അത്രയും നല്ല ശബ്ദം എന്ന് മാത്രമല്ല, നമ്മൾ ഇത്രയും ആൾക്കാരടുത്ത് നമ്മൾ സംസാരിക്കുകയല്ലേ. അപ്പൊ പറയുന്ന സാധനം നമ്മൾ കറക്റ്റായിട്ട് ഡെലിവർ ചെയ്യണം. അപ്പൊ അത് അവരുടെ സ്ഥാപനത്തിന്റെ ആവശ്യമാണ്. അവർക്ക് നമ്മളെ നന്നാക്കാനല്ല, സ്ഥാപനത്തിന്റെ താല്പര്യമാണ്. അപ്പൊ സ്ഥാപനത്തിന്റെ മുഖമായിട്ട് നമ്മൾ നിൽക്കുന്നിടത്തോളം കാലം നമ്മുടെ ഭാഷ അത്രയും നല്ലതാവണമെന്ന് അവർക്ക് നിർബന്ധമുള്ളത് കൊണ്ട് അവർ പുറത്തുനിന്ന് ആളിനെയൊക്കെ വെച്ച് നമ്മുടെ ഭാഷയൊക്കെ സെറ്റാക്കി തരുന്നല്ലേ. ഇതിപ്പം എത്ര നാളായി ടോട്ടലി ഇപ്പൊ ഒരു ജേർണലിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്? ഇപ്പൊ 8 വർഷം ആവുന്നു. 8 years ആയി അല്ലേ? ഓ അടിപൊളി. അപ്പൊ ഇതിനു മുമ്പ് വേറെ വർക്ക് ഒന്നും ചെയ്തിട്ടില്ല? ഇതാണ് ഞാൻ ഇതൊക്കെ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാണ്ട് അതിനപ്പുറമായിട്ടൊന്നും. പിന്നെ ഞാൻ കൗമുദിയിലായിരുന്ന ടൈമിൽ പത്രത്തിൽ എഴുതുമായിരുന്നു, സൺഡേ സപ്ലിമെന്റ് ചെയ്യുമായിരുന്നു. കുറെ സൺഡേ സപ്ലിമെന്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പം മാതൃഭൂമിയിലായപ്പോഴത്തേക്കും ഗൃഹലക്ഷ്മിയിലൊക്കെ എഴുതാറുണ്ട്. അങ്ങനെ അല്ലേ? ഓക്കെ. ഞാനിപ്പം ഒരു ഇത് ചോദിക്കട്ടെ, ആസ് എ ജേർണലിസ്റ്റ് എന്താ തോന്നുന്നത്? ഇപ്പം യൂട്യൂബ് എന്ന് പറയുന്ന ഈ ഓൺലൈൻ മീഡിയ വന്നതിന് ശേഷം ക്ലിക്ക് ബൈറ്റുകൾക്ക് ഭയങ്കരമായിട്ട് ആൾക്കാർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ട്രെൻഡാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താണ് ചേച്ചിക്ക് അതിനെ പറ്റിയിട്ടുള്ള ഒരു അഭിപ്രായം? ചിലപ്പം തുറന്നു നോക്കി ഒന്നും ഉണ്ടാവില്ല അതിനകത്ത്, അത് കാണിക്കാൻ വേണ്ടി, അത് ഓപ്പൺ ആക്കാൻ വേണ്ടി മാത്രമേ ഈ ക്യാപ്ഷൻ കൊടുക്കുന്നത്. ഈ യൂട്യൂബിൽ മാത്രമല്ല, നമ്മുടെ സോഷ്യൽ മീഡിയ മുഴുവൻ ചില
ചില മാധ്യമങ്ങൾ അത്തരത്തിലുള്ളൊരു അങ്ങനെ സത്യം പറഞ്ഞാൽ ചെയ്യരുത്. അത് നമ്മൾ ആൾക്കാരെ പറ്റിച്ച് നമ്മൾ ജീവിക്കുന്നതിനോട് എനിക്ക് ഒരു താല്പര്യമില്ല. നമ്മളിങ്ങനെ ഒരാളെ ഒരു മിസ്ലീഡ് കൊടുത്തിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ അതിനകത്ത് കയറ്റുക. ഇപ്പം നമ്മുടെ താല്പര്യം എന്തോ ആയിക്കോട്ടെ, പക്ഷെ അങ്ങനെ നമ്മൾ ഒരാളെ മിസ്ലീഡ് ചെയ്യാൻ പാടില്ല. ഇപ്പം നമ്മൾ വരുന്നവർ വരട്ടെ, പക്ഷെ നമ്മൾ സത്യസന്ധമായിട്ടൊരു സാധനം പറയുക, കൊടുക്കുക. അതാണല്ലോ ഒരു മാധ്യമധർമ്മം എന്ന് നമ്മൾ പൊതുവെ പറയുന്ന. ആളുകൾ എന്ത് വിലയിരുത്തിയാലും ഓരോ മാധ്യമങ്ങളും അവരുടേതായ സത്യം മാത്രം പറയുക, അല്ലാതെ ഇങ്ങനെ ഒരു വാർത്തയെ വളച്ചൊടിച്ച് അങ്ങനെ നമ്മൾ ഒരു സാധനം വളച്ചൊടിക്കുമ്പം അതിന് പിന്നിൽ വേറെ ഒരുപാട് പേർക്ക് മുറിവേൽക്കുന്നുണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ അതിന് നമ്മൾ ഓരോരുത്തരുടെയും വ്യക്തിത്വത്തെ നമ്മൾ മാനിക്കണമല്ലോ. അപ്പം അത്തരത്തിലുള്ള വാർത്തകളൊക്കെ കൊടുക്കാണ്ടിരിക്കുന്നതാണ് നല്ലത്. പക്ഷെ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഇതിന് വ്യൂവേഴ്സ് ഉള്ളത് കൊണ്ടാണല്ലോ ഇപ്പം അങ്ങനെ കണ്ടാൽ നിങ്ങൾ ഇവർ ചെയ്തത് കണ്ടാൽ നിങ്ങൾ ഞെട്ടും എന്നുള്ള സാധനത്തിന്റെ വ്യൂസ് നോക്കിക്കഴിഞ്ഞാൽ മില്യൺസ് ഓഫ് വ്യൂസ് ആയിരിക്കും. അപ്പം എന്തൊക്കെ പറഞ്ഞാലും മലയാളികളുടെ മറ്റുള്ളവരുടെ കാര്യത്തിലേക്ക് നോക്കാനുള്ള ഒരു ജാഗ്രതേനെയാണ് ഇവിടെ ആൾക്കാർ ബിസിനസ് ആക്കി ഈ ഒരു ക്ലിക്ക് ബൈറ്റ്സിനെ. ആക്ച്വലി അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ഇപ്പം എന്നോടും ചിലർ ചോദിക്കാറുണ്ട്, നിങ്ങൾ എന്തിനാ ഇങ്ങനത്തെ ക്വസ്റ്റ്യനൊക്കെ പേഴ്സണൽ ക്വസ്റ്റ്യൻ ചോദിക്കാൻ നിൽക്കുന്നത്, വളരെ ഇപ്പം ഞാനും എൻ്റെ ഫ്രണ്ട് നമ്മൾ നല്ലൊരു അടി വരെ ഉണ്ടായി, കൈൻഡ് ഓഫ് ഒരു വാഗ്വാദം. പേഴ്സണൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എന്തിനാ എന്ന് ചോദിച്ചാൽ, ശരി നിങ്ങൾ മൊത്തം ആ പേഴ്സണൽ ക്വസ്റ്റ്യൻ അറിയാനായിട്ട് ആ ഇൻ്റർവ്യൂ മുഴുവൻ കുത്തിയിരുന്ന് കണ്ടിട്ട് പിന്നെ ലാസ്റ്റ് നമ്മളെ കുറ്റം പറയുകയാണെന്ന്. അപ്പോൾ അങ്ങനെ ഒരു വേ ഓഫ് സംഭവം കൂടി ഇതിലില്ലേ? അത് എനിക്ക് തോന്നുന്നു നമ്മുടെ മലയാളികളുടെ മാത്രമല്ല മനുഷ്യന്മാരുടെ മുഴുവനായിട്ടുള്ള ഒരു മനോനിലയാണത്. അതായത് നമ്മൾ എപ്പോഴും അങ്ങനെ തന്നെ ആണല്ലോ, മറ്റൊരാളുടെ വീട്ടിൽ എന്ത് നടക്കുന്നു എന്ന് നമ്മൾ ഒരുപാട് ഇപ്പം നമ്മളാണെങ്കിൽ കൂടി ഇപ്പം ഒരാളിരുന്നിട്ട് മറ്റൊരാളെ കുറിച്ച് പറയുമ്പോൾ അത് കേൾക്കാൻ ഒരു ഇൻട്രസ്റ്റ് ആണ്. അവിടെ എന്താ നടന്നേ, ആ ഒരു ടൈപ്പ് ഒരു ക്യൂരിയോസിറ്റി. അത് മലയാളികൾക്കെന്നല്ല പൊതുവേ എല്ലാവർക്കും ഉള്ളൊരു സംഭവം തന്നെയാണ്. അതിൻ്റെ ഒന്ന് തന്നെയാണ്. ഇപ്പം അയലത്തെ വീട്ടിൽ എന്ത് നടക്കുന്നു, അതല്ലെങ്കിൽ ഒരു നെഗറ്റീവ് കാര്യത്തെ എപ്പോഴും ആളുകൾ ഇപ്പം ക്രൈം ന്യൂസുകൾക്കൊക്കെ എപ്പോഴും ഭയങ്കര വ്യൂവേഴ്സാണ്. നമ്മളൊരു നല്ലൊരു വാർത്ത കൊടുത്താൽ കിട്ടുന്നതിനേക്കാൾ വ്യൂവേഴ്സ് ആയിരിക്കും ഒരു ക്രൈം വാർത്തയ്ക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് നമ്മുടെ മലയാളികളുടെ അല്ലെങ്കിൽ മനുഷ്യന്മാരുടെ ഒരു പൊതു സ്വഭാവമാണ്. ഇത്തരത്തിലുള്ള സംഭവങ്ങൾക്ക് പുറകെ പോകാനും അതിനെ ഏറ്റുപിടിക്കാനും അവിടെ ഒരു വിവാദം സൃഷ്ടിക്കാനും കുറച്ച് നാൾ അതിനെ ഒരു ചർച്ചാ വിഷയമാക്കി നിർത്താനായിട്ട്. അത് കഴിയുമ്പോഴത്തേക്കും അടുത്ത സംഭവം കിട്ടുമ്പോൾ അപ്പൊ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ന്യൂസ് ഒക്കെ പ്രസന്റ് ചെയ്യുമ്പോൾ അങ്ങനെ തോന്നിണ്ടാ ഇതിന്റെ കത്തിക്കൽ ഈ ഒരു ആഴ്ച ഉണ്ടാവും, ഇനി അടുത്ത അത് അങ്ങനെ തന്നെയാണ് എല്ലാ വിഷയങ്ങളും. നമുക്ക് ഈ വാർത്തകൾ എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് വാർത്തകൾ സംഭവിക്കുന്നത് ഭയങ്കര കുറവാണ്. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാം ഫോളോ അപ്പ് വാർത്തകളാണ്. ഇപ്പം ഒരു ദിവസം ഉണ്ട്, ഇപ്പൊ നവകേരള യാത്ര തുടക്കം, അത് പിന്നെ ഇനി 45 ദിവസം നീണ്ടു നിൽക്കും. അതുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ ഉണ്ടാകുന്ന വാർത്തകൾ എല്ലാത്തിന്റെയും ബേസ് നവകേരള യാത്രയാണ്. അതും അതിന്റെ പിന്നെ വേറെ വേർഷൻസ് ഉണ്ടാകുന്നു എന്നുള്ളതേ ഉള്ളൂ. ബേസ് ഒന്നാണ്. പുതിയ വാർത്ത എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പം എവിടെയെങ്കിലും ജപ്പാനിൽ കഴിഞ്ഞ ദിവസം ഒരു ഭൂചലനം ഉണ്ടായി, അത് അപ്പം സംഭവിച്ച ഒരു വാർത്ത, പുതിയ വാർത്ത. അതല്ലെങ്കിൽ ഒരിടത്തൊരു തീപിടുത്തം ഉണ്ടായി, ഓയിൽ ഒരു കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയി, അതൊക്കെ അപ്പോഴും സംഭവിക്കുന്ന പുതിയ വാർത്തകളാണ്. അപ്പോൾ ഒരു വാർത്ത സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നീട് വരുന്ന എല്ലാം അതിന്റെ ഫോളോ അപ്പുകളാണ്. ഒരു ദിവസം നമ്മൾ എത്ര വാർത്ത പുതുതായിട്ട് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ വളരെ കുറവാണ്. ദിവസങ്ങളിൽ സംഭവിക്കുന്ന പുതിയ വാർത്തകൾ എല്ലാം ഓരോ വാർത്തകളുടെയും ഫോളോ അപ്പ് സാധനങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഈ പ്രൈം ടൈമില് ന്യൂസ് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയുള്ള സംവാദം അതിന്റെ വേറൊരു വേർഷൻ ഈ ചാനലിൽ മറ്റേ ചാനലിൽ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. ഇപ്പൊ നമ്മൾ തന്നെ തോന്നുന്നു ഭയങ്കര കോമ്പറ്റീഷൻ ആയിരിക്കും ഒരു ഇതിന്. അതിന്റെ ഒരു പ്രഷറോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ഫീൽ ചെയ്യാറുണ്ടോ വർക്ക് ചെയ്യുമ്പോൾ? ഞങ്ങൾക്കൊന്നും അത് ഫീൽ ചെയ്യാറില്ല. ചിലപ്പം ഈ സൂപ്പർ പ്രൈം ടൈം അല്ലെങ്കിൽ ചർച്ചകളൊക്കെ ചെയ്യുന്നവർക്ക് അതിന്റെ പ്രഷർ കാണുമായിരിക്കാം. അതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല, കാരണം നമ്മൾ അത് ചെയ്യുന്നില്ലല്ലോ. ഇല്ല. ഇപ്പം ഞാനിപ്പോ ഈ ആങ്കറിങ് ചെയ്യുമ്പോഴത്തേക്കും എന്നോട് ലൈക്ക് ഇതിനായിട്ട് ബന്ധമില്ലാത്ത വ്യൂവേഴ്സ് ആയിട്ടുള്ള എന്നെ അറിയുന്ന ആൾക്കാർ എന്നോട് ചോദിക്കാറുണ്ട്. ഒത്തിരി ആൾക്കാരെ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്, എവിടെന്നെങ്കിലും ഒരു മോശം അനുഭവമോ എന്തെങ്കിലും ഒരു പ്രോക്കിംഗ് ആയിട്ടോ ഉള്ളൊരു സംഭവം ഉണ്ടായിട്ടുണ്ടോന്ന്. ഇപ്പം എനിക്ക് ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല, പക്ഷെ എൻ്റെ സഹപ്രവർത്തകർക്ക് ഉണ്ടായപ്പോഴത്തേക്കും അവരുടെ കൂടെ നിൽക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. ഇപ്പം ജേർണലിസ്റ്റുകൾക്ക് ഇപ്പൊ റീസെന്റ് ഉണ്ടായ സംഭവമാണെങ്കിൽ സ്റ്റാർ ആരാണാവോ അല്ലെങ്കിൽ അല്ലെ അങ്ങനെയുള്ള ഒരു വ്യക്തി ആരാണാവോ സംഭവം എന്താണെന്ന് ആലോചിക്കേണ്ട അവരുടെ കൂടെയാണ് പബ്ലിക് എപ്പോഴും നിൽക്കാന്ന് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. അത് ഒരു വശം വരെ അത് ശരിയുമാണ്. കാരണം പലപ്പോഴും നമ്മൾ എത്ര ഒറ്റക്കെട്ടാണെന്നൊക്കെ പറഞ്ഞാലും പലപ്പോഴും ഒറ്റപ്പെടുന്ന ഒരു സംഭവങ്ങൾ ഇപ്പൊ റീസെന്റ് നമുക്ക് 2-3 സംഭവങ്ങളൊക്കെ തന്നെ ഇവിടെ നടന്നതാണ്. അപ്പോ ആ നിമിഷം പ്രതികരിക്കാതെ പിന്നീട് നമ്മൾ ഒത്തുചേർന്ന് അതിനെതിരെ ഒരു ശബ്ദം ഉയർത്തിയിട്ട് കാര്യമൊന്നുമില്ല. ആ സമയത്ത് നമ്മൾ പ്രതികരിക്കണം, അല്ലേ? നമുക്ക് അപ്പോഴേ നമ്മളെല്ലാം കോമൺ സെൻസ് ഉള്ള മനുഷ്യരല്ലേ. നമുക്കൊരു സ്ഥലത്തൊരു അനീതി നടക്കുന്നു എന്ന് നമുക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ, ഒരാൾ ഒരു ഇരയാവുന്നുണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ അപ്പോൾ തന്നെ
അതിനെതിരെ പ്രതികരിക്കണം. അവരെ ഒറ്റപ്പെടുത്തല്ല വേണ്ട, ആ സമയം തന്നെ നമ്മൾ അവരെ ചേർത്ത് നിർത്തുകയും കൂടെ നിൽക്കുകയും ശബ്ദം ഉയർത്തുകയും വേണം. പക്ഷെ ഇപ്പം എങ്കിലും പിന്നീടാണെങ്കിൽ കൂടി അവരൊപ്പം കൂട്ടുന്നുണ്ട്, ഇല്ലെന്നല്ല. എക്സാക്ട്ലി. അപ്പം താങ്ക് യു ചേച്ചി, താങ്ക് യു സോ മച്ച് ഇത്രയും നേരം സംസാരിച്ചത്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ആങ്കറിൻ്റെ ഒരു ജേർണലിസ്റ്റിനെ ഞാൻ ഇൻ്റർവ്യൂ ചെയ്യുന്നത്. അപ്പോൾ ഒരു ജേർണലിസ്റ്റ് പെർസ്പെക്റ്റീവിൽ ചുമ്മാ പറയാം ഇൻ്റർവ്യൂ എങ്ങനെ ഉണ്ടായിരുന്നു? മീനാക്ഷി ആദ്യമായിട്ടാണ് ഒരു ജേർണലിസ്റ്റ് ഇൻ്റർവ്യൂ ചെയ്തത്, ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഇൻ്റർവ്യൂ ഇരിക്കുന്നത്. സത്യം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ ആദ്യം ഒരു എക്സൈറ്റ്മെന്റും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു ഇന്റർവ്യൂ ആയിരുന്നു. മീനാക്ഷി ഭയങ്കര കംഫർട്ടബിൾ ആക്കി എന്നെ, നല്ലായിരുന്നു. ഞാൻ പേടിച്ചൊക്കെയാണ് വന്നതിന് എന്തൊക്കെയായിരിക്കും ഇതിലുണ്ടാവുക. പക്ഷെ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല, ഭയങ്കര കൂൾ ഇന്റർവ്യൂ ആയിരുന്നു. നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന ഈ ഡ്രിങ്ക് പോലെ. അതെ, ഇനി ഞങ്ങൾ ഒന്ന് കൂളായ ഡ്രിങ്ക് ഒക്കെ ഒന്ന് കുടിക്കട്ടെ. അപ്പൊ എന്നാലും താങ്ക് യു സോ മച്ച്. ഇനിയിപ്പോ നേരെ അങ്ങോട്ട് പോവാണ്. അപ്പൊ നമുക്ക് TV-യിൽ കാണാം ഈ സുന്ദരിയെ. ഓക്കെ, അപ്പം എല്ലാരോടും എന്നെ നന്ദി നമസ്കാരം ഞാൻ പറയാണ്. ഇദ്ദേഹത്തെ കൊണ്ടുവന്നൊരു ഇന്റർവ്യൂ എടുത്ത് Instagram ID വരെ ഞാൻ വാങ്ങിച്ചു തന്നു. ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച് ഗൈസ്. സീ യു ഇൻ ദ നെക്സ്റ്റ് എപ്പിസോഡ്. ബൈ.